Hey guys, welcome back to our channel. आदू के क्लाइमेक्स सीन के साथ आ गया और क्या फनी मूवी है ये, क्या फनी मूवी है। और यहाँ पे ना अब जो शज्जी है वापस 1 2 3 स्टार्ट। हे गाइस, वेलकम बैक टू आवर चैनल। तो हम आगे हैं आदू की क्लाइमेक्स सीन के साथ। तो हमें पता लगा कि जो वो मेडिसिन है जिसके पीछे डॉन वगैरह सब है, बेसिकली डूड वगैरह सब है, अब उसी के पीछे शज्जी भी है ना। अभी वही मेडिसिन उसको चाहिए। अब देखते हैं कि क्या हद तक वो जाएगा। Exactly, और जो बकरी है वो भी डूड के पास। अब देखते हैं कि क्या होने वाला है। Exactly. भाई मैं पिंकी को नहीं बोल सकते अपने। सो स्टार्ट करते हैं। सो फिर आप भी देखिए, हम भी देखते हैं। लेट्स स्टार्ट। ഇനി ഒന്നും ആലോചിക്കണ്ട, എല്ലാം നമ്മ പറഞ്ഞ പോലെ തന്നെ. നാശം പിടിച്ച മോന്ത കാണേണ്ടി വരാന്നാ വിചാരിച്ചോണ്ടിരുന്നെ. വേറെ ആരുമല്ലല്ലോ, സ്വന്തം ചേട്ടനല്ലേ. അത് നമ്മുടെ അബുവിന് വേണ്ടിട്ടല്ലേ. അപ്പു बेचारा अबू के भाई ये कौन है? ഞെട്ടണ്ട, ഞാൻ തോക്കുണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോ നീയൊക്കെ എന്നോടാ പറഞ്ഞേ കൊറേ ഉണ്ടാക്കുമെന്ന്. തോക്കടാ തോക്ക്, നല്ല പച്ച സാധനം. ഇനി പറമ്പിൽ ആനയോ പന്നിയോ മറ്റോ കേറിയാലേ ഒറ്റ വെടിക്ക് മലത്തിയേക്കണം. ആ ഓ പൊട്ടുവോന്നായിരിക്കും. നീ വേണ്ട വാഴയുടെ കൂമ്പയിലോട്ട് നോക്കിക്കോ. നിന്റെ കൂമ്പല്ലടാ, വാഴയുടെ കൂമ്പ്. ഇപ്പൊ വെടി വെച്ച് മരത്തുനിന്ന് കണ്ടോണം. അപ്പന്റെ കൂമ്പരിട്ടായിരുന്നോ തേണ്ടി? क्या है? എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. बेचारा बेचारा शादी। बेचारा शादी इमोशनली हो रहा है पापा की याद में। അച്ഛനത് കാര്യാക്കണ്ട, വിഷമം കൊണ്ട. എന്നാലും ഞാൻ അവനോട് 1000 തവണ പറഞ്ഞാടാ, അമ്മച്ചി അന്നേരം ഒടുക്കത്തെ ഉരുളി അവിടെ അത് പോട്ടെ. നിങ്ങളിപ്പോ എന്നതിനടാ ഇങ്ങോട്ട് വന്നത്? അവന്മാര് പേടിക്കണം, അവന്മാര് വെടി പൊട്ടണം, ഒച്ചകെട്ട് മുങ്ങണം, എന്നിട്ട് ഓടണം. ഞാനിവിടെ ഈ ഹൈറേഞ്ചിലുള്ളപ്പോ ഇവിടെ വന്ന് എന്റെ പിള്ളേരെ പേടിക്കാൻ മാത്രമാണ് അവന്മാര്. വരാ മക്കളെ. वाह यार, शज्जी के भाई ने दे दी सबको गाड़ी। ഇത് വല്ലതും പൊട്ടോടാവേ? അങ്ങനെയൊക്കെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് അത് തിരയൊക്കെ നിറച്ചിട്ടുണ്ട്. ചൂണ്ടി കാഞ്ചി വെച്ചാൽ മതി എന്ന് പറഞ്ഞ അന്നക്കിട്ട് വെച്ച അമ്മണിക്കിട്ട് പോലും കൊള്ളാത്ത സൈസ് പഠിക്കാരനാ അങ്ങോര്. അതിന് നമ്മളെന്തിനാ കൊള്ളിക്കണത്? ധാരാളം മതി. ഒരു സാമ്പിൾ എടുക്കാൻ തോസച്ചാൻ പറഞ്ഞായിരുന്നു. ഞെട്ടിയില്ലേ? ഉഗ്ര സാധനട്ടോ ഷാജിട്ടോ. ഇനി നമുക്ക് ധൈര്യമായിട്ട് പോവാം. ഇന്നത്തോളം അവന്മാരുടെ അവസാനമാ. വണ്ടി കയറാൻ देखना सर इसको कैसे बैठा है। എന്താണ് ജമീല വിളിക്കാത്തത്? कहीं लेकर भाग तो नहीं क्या वो? कर भी फाइनली। ये क्या कर रहा है? कुछ हो रहा है यार ये। അയാൾ പറഞ്ഞ സ്ഥലം ഏതാടാ? പറയില്ല. എനിക്കറിയാം സാറേ, ഞാൻ വരാം. വണ്ടി शबीर तो पागल होगा। शबीर तो
पागल ही हो गया भाई पकड़ने के लिए। ये देखना जरा पिंकी भी तब्बू, वाओ अब्बू एंड पिंकी हलाल करने के लिए दोनों को बिठा रखा है डूड ने। മിസ്റ്റർ ओए ഗ്രാമവാസി पिंकी कहीं खोल तो नहीं है इसकी रस्सी? 1 മണിക്കൂർ കൂടി ഇനി ബാക്കിയുള്ളൂ. ഇഫ് യുവർ ഫ്രണ്ട്സ് ഡോണ്ട് കം വിത്ത് മൈ സ്റ്റഫ്, എന്റെ ലക്ഷ്യം നടക്കില്ല. എന്റെ ലക്ഷ്യം നടന്നില്ലെങ്കിൽ പണ്ടത്തെ മുടങ്ങിപ്പോയ ഒരു ആചാരമുണ്ട്, സതി. सकती അത് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. बेचारे को सख्ती करवाएगा। നിന്നെ കൊന്നു കത്തിക്കും. ആ തീയിൽ ഇവിടെ ഞാൻ ചുട്ടു തിന്നും. ओ बकरी के साथ എവിടെന്നേലും കൊണ്ടനും. भाई डूड तो बहुत खतरनाक है। ഐ ഡോണ്ട് കെയർ. ഇത് നിങ്ങളുടെ നാടല്ലേ, എന്റെ സാധനം പോയി ഈ നാട്ടിൽ നിന്നാ. നിങ്ങളല്ലെങ്കിൽ നിങ്ങൾ ആ തേടി പിടിച്ചേരണം, ഇല്ലെങ്കിൽ ഞാൻ മൂഞ്ചും. എന്റെ ബോസ് എന്നെ പഞ്ഞിക്കിടും. वो भी सही ഞാൻ बात है, അവിടുത്തെ उसको വർത്താനം बहुत പറഞ്ഞുകൊണ്ടാണ് मारेगा। ബോസിന്റെ ഒപ്പം നാണം കണ്ടാ എനിക്ക് പറ്റില്ല. Do you understand? ये देखना बेचारा अब्बू अब्बू तो नो हाँ शादी अड्डा शादी पर सच्ची होने वाला है। ये सच्ची क्या बात है। पिंकी को पूरा कंट्री आ गया। ओ सच्ची चिट्ठी फटेगा मत करा चिट्ठी क्या स्टाइल है सच्ची का। ओह 5 सेकंड और सच्ची എന്നതാ നിന്റെ ഒക്കെ പച്ചക്കൊടുവയിലും നീലക്കൊടുവയിലും മഞ്ഞക്കൊടുവയിലും ഒക്കെ ഞാനടുത്ത. നീ എന്നാ വിചാരിച്ച ഈ ഹൈറേഞ്ചിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കിട്ട് പോകാൻ പറ്റുമെന്നോ? ओह എന്റെ പയ്യനോടാ What the hell? അങ്ങോട്ട് ചൂണ്ടടാ പട്ടി. गन देख रहा था ना? चलेगी भी नहीं। सब रात आ गया। Dude, baby. Sachchi crazy. Sachchi. Oh, कुछ तो हुआ है बारिश हुई है मतलब कुछ तो हुआ है। ये क्या कर रहा है? ये कैप्टन तो पागल हो गया। ഇല്ലെങ്കിൽ വെടി വെച്ച് പൊളിച്ചു കളഞ്ഞാൽ. നിങ്ങൾ വെടിവെക്കില്ല മിസ്റ്റർ. നിങ്ങൾ തോക്കി പിടിച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് വെടിവെക്കാൻ അറിയില്ലെന്ന്. ये शायद बारिश में नहीं चलती। പിന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ തോക്ക് ഇതേത് പൊട്ടൻ നിങ്ങൾക്ക് തന്നതാണെങ്കിലും അത് മിനിമം 1 നൂറ്റാണ്ട് പഴക്കമുള്ളതാണ്. Oh, century old है। അതിന് സ്പാർക്ക് വരാൻ വെടിമരുന്ന് വേണം. ബട്ട് ഫേറ്റ് ഈസ് അഗെയിൻസ്റ്റ് യു. പൗഡർ മഴയത്ത് നനഞ്ഞു കഴിഞ്ഞു. ഒറ്റ തോക്ക് മിന്നി പൊട്ടി. अरे ये पिट्टी उसको मार के गीला हो जाता है इसलिए और नहीं चलेगी। ओए Now, where's my stuff? ഞാൻ വന്നപ്പോ പറഞ്ഞായിരുന്നല്ലോ സാറിന്റെ പച്ചക്കൊടുവേലി നീലക്കൊടുവേലി മഞ്ഞക്കൊടുവേലി ഒന്നും ഞാൻ എടുത്തിട്ടില്ലാന്ന്. गेम पिट्टी ഷാജി പാപ്പത്തോട് പറയാലോ സത്യം അല്ലേ? കുടുംബത്തിൽ ആരും പറയത്തില്ലല്ലോ. Kill that ഗ്രാമവാസി. अब पाएगा सच्ची के अंदर का वो अप्पू को कैसे चाची प्लीज
नहीं शादी भी तो मेरा ड्रीम है। सारा के भाई ये हुई दोस्ती। वो देख रहा हूँ पिंकी का प्यारू सा उसके साथ। अब्बू को कैसे मार रहे हैं दूध की फ्लाइट लगा दे। उल्टा रखा दिया दूध को तो शादी डिस्कनेक्ट भाई इसका चश्मा भी तोड़ दिया। दूध शॉक हो गए। अब्बू में किस पिंकी इधर पिंकी। Game over, bloody Gramawasis. पुलिस हाँ शायद। अरे इसका भाई आ गया। വന്നിട്ട് എന്റെ പിള്ളേരെ പഠിപ്പിച്ചോളാം മാറികളെ. क्या बात है सच्ची का भाई ने बता दिया। സ്വന്തം അപ്പനെ വെടിവെച്ച് മറത്തി ആളെ എന്നെ ചേട്ടായി. मेरा भाई यार सच्ची में ये डायलॉग यार कहाँ पर आई है इसके हाथ में? ओए सर आ गए। ओए शबीर അയ്യോ, ഒന്ന് നോക്കണ്ട. ഇവന്റെ ബന്ധത്തോട്ട് പൊട്ടിക്കടാ. ബാക്കി ഞാൻ നോക്കടാ. ऐसे സാറേ ദേ അവനോടി. അവൻ പോട്ടടോ, നമ്മുടെ കൂട്ടിലെ കോഴിയല്ലേ, सही बात है। പിടിക്കാലോ. കൊളക്കോഴികൾ ഇവിടെ നിക്കല്ലേ. ഈ വെടിയുടെയും പടക്കത്തിന്റെ ഇടയ്ക്ക് നമ്മുടെ കക്ഷി മുങ്ങിക്കാണുവോ? देख रहे हो അവന്മാരെ പിടിക്കണോ? ये dude Come on. come on എല്ലാത്തിനും തൂത്തുവാരി എടുത്തോ. നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് നടക്കടാ. ബാങ്കോക്ക് പോലീസ് ഇനി ഞാൻ വെടിയുണ്ട തീ. കേരള പോലീസല്ലേ? ओए टच्ची की गई ആ വെടി ഇതിനകത്തല്ലേ अंदर तो കണ്ടേ. नहीं है कहीं वो शायद। ओए ओए यू पॉलिटिशियन അല്ല സാറേ, എന്താ ഇവിടെ? ആശാൻ विद കുളിക്കുവായിരുന്നു. वो उसके സോപ്പില്ലായിരുന്നു. ഇതിരിക്കട്ടെ. नींबू में निचोड़ेगा bro। വെള്ള തുണി. ഇതെനിക്ക് കുടിക്കണ്ട. दूर छोड़ के आया। ये देख रहा नींबू में चिपका। അമ്മേ പണിപ്പാൾ ഇന്നത്തെ ഒന്നിട്ടൂടെ ഇവിടെ തോക്കിന്റെ കേസിലെ സീനാകും. പഴയ പോലെ കൊച്ചിയിൽ സായിബാനം പറ്റിക്കൊണ്ട് നടക്കേണ്ടി വരും. അമ്മേ क्या हो गया इसका? इसका दिमाग हिल गया है क्या? നീ ഇവിടെ വന്ന് നിൽക്കായിരുന്നല്ലേ? कितना खुश हुआ पिंकी को देख के। നമുക്ക് പോണ്ടേ? ഇവിടെ വാടി. അവിടെ വെടിയും പോകാൻ തീർന്നു. വേഗം വീട്ടിൽ പോട്ടാ. वाह जी वाह। വെൽഡൻ ഷമീർ, വെൽഡൻ. പ്രമോഷൻ ഷമീർ का- ശശി, പിന്നെ നീലക്കുടുവി. ഇല്ലാത്ത വസ്തുക്കളുടെ പേര് പറഞ്ഞു നടക്കുന്ന മാഫിയ. ഞാൻ പത്രക്കാരുടെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. തൊണ്ടി അവിടെ മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യണം, പ്രത്യേകിച്ച് കുടുവേലി. നമ്മുടെ തുരുപ്പാണിത്. ഒറ്റ ഇനി പുറലാൻ കാണില്ല. പെട്ട് തീർക്ക്. है ही नहीं शायद इसके अंदर कुछ और मिट्टी गोबर। ഇത് ചാണകമല്ലേ? हाँ Yes, sir. गोबर। ചാണകം. You idiot. You are suspended. ഒറ്റയ്ക്ക് നിൽക്കുമായിരുന്നു പാവം. ഓ എന്നൊക്കെ ആയിരുന്നല്ലോ അത്. വെടിയും പുകയും. നാളെ തന്നെ ഈ കുന്തത്തിന് ആ മേനാകാന്തന്റെ മോന്തയ്ക്ക് എറിഞ്ഞു കൊടുത്തിട്ട് വേണം ഒന്ന് മനസമാധാനത്തോടെ ഇരിക്കാൻ. ഹലോ ये क्यों हंसने लग गया? നമ്മുടെ റോഹിത്ത ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന്. എടാ ഒന്ന് ഉറക്കെ പറ. ആ പെണ്ണും പിള്ളേനെ അവര് വളർത്തുന്ന രാക്ഷസ പട്ടി കടിച്ചു വേളകിന്നാ തോന്നണേ. നിങ്ങൾ ഇനി ഒരു കോടതിയിൽ വരണ്ട. क्या उसके खुद के कुत्ते भी मार था? ओह डूड कौन था? गया ये तो गया। നീ എന്താടാ കരുതിയത്? നാല് ഉമ്മാക്കി തോക്കേണ്ട കേസിൽ ഡുഡുവിനെ പിടിച്ച് അകത്തിടുന്ന കള്ള പട്ടി തെണ്ടി. എന്നെ കൊല്ലൂടെ, എന്നെ കൊല്ലൂടെ. തൊണ്ടിയില്ലാതെ കേസില്ല. എവിടെയാ നീ അടിച്ചോണ്ട് എന്റെ നീലക്കുയിൽ? നീലക്കുടുവേലി
നീലക്കൊടുവേലി. നീലക്കൊടുവേലി. What? പിന്നെ ആ കരിഞ്ഞ ഡൂഡിന്റെ ബോസിന് ഉമിനീര് ചേർത്ത് കൊടുവേലി സ്വന്തമാക്കണം പോലും. നിന്നെയൊക്കെ തീറ്റിച്ച് തരാവടാ. അയാളെ പെട്ടി മാറിയ കാര്യം അറിയുമ്പോഴേക്കും इसने वो ഞാനായിരിക്കും डांस ഹൈ റേഞ്ചിലെ പുതിയ സാത്താൻ സാത്താൻ സോമൻ. चंटू. अब तो साथ ഇനി അവന്മാരെ അതിന്റെ പുറകെ നടക്കട്ടെ മണ്ടന്മാരെ. അയാൾ പറഞ്ഞ സ്ഥലം ഏതാടാ? എനിക്കറിയാം സാറേ. കാട് കിടന്നിട്ടും ഇവന്മാരുടെ ഇടയിൽ തന്നെ കൊണ്ടുവെക്കണോ എന്റെ കഷ്ടകാലം. വാരിക്കുഴി സോമൻ നിന്റെ തന്ത. അയ്യോ बकरी पिंकी ने तो निकाल लिया था. ഇതാണല്ലേ വാരിക്കുഴി. എന്റെ വാരിയെല്ല് വരെ ഒടിഞ്ഞു വെട്ടി. पिंकी खा रही होगी. തിന്നലേടെ തിന്നല്ലേന്ന് കോടികളാണ്. ചേർത്ത് സ്വന്തമാക്കണം. എന്നെ സ്വന്തമാക്കി എന്റെ കോടികളേക്ക്. अभी क्या उसकी गोबर से निकालेंगे. ബോസ്, സാധനം ആട് തിന്ന്. ആട് തിന്നോ? ബ്രിങ് ദ ഗോഡ്. ഇനി ആടാണ് നീലക്കൊടുവേലി. അതുമായിട്ട് നീ ഇനി വന്നാ മതി. अभी वो पिंकी को पीछे पड़ेगा ये. पर क्या ही करेंगे अब. भाई തോമാ, ആ സാധനം പോയതുപോലെ എന്റെ കഷ്ടകാലം തുടങ്ങി. കഞ്ചാവോട്ട് ആ പോലീസ് കത്തിച്ചു. എനിക്ക് ഡോളറും വേണ്ട പുല്ലും വേണ്ട. എവിടെ ഉണ്ട് എന്റെ കൊടുവേലി? गुड्डू वेली इसको भी होते. എടാ സോമ, കള്ള നായിന്റെ മോന്റെ മോനെ, നീ ഒറ്റ ഒരുത്തം കാരണം എന്റെ തൊപ്പി തെറിച്ചു. നാട്ടുകാരെന്നെ പഞ്ഞിക്കിട്ടു. सोमार की तो बैंड बजती. ഇനി എനിക്ക് ആ സാധനം വേണം. എവിടെടാ കൊടുവേലി? इसको भी कोडू वेली चाहिए. सबको कोडू वेली चाहिए. നിന്നെ ഞാൻ തിന്നാൻ പോണേണ്. सोमार तो गया. बड़ी सी लगी है. എന്റെ പൊന്നു ഷാജിയേട്ടാ, നിങ്ങൾ രണ്ടാമതൊരു കല്യാണം കഴിക്കും. ഈ പിരിമുറുക്കൊക്കെ ഒന്ന് കുറയട്ടെ. വന്നൊരു നല്ല തമാശ പറഞ്ഞാൽ പോലും നിങ്ങളിപ്പോ ചിരിക്കാറില്ല. ആ ഏതെങ്കിലും ഒരു ഏപ്പരാച്ചിനെ കെട്ടാനാന്ന് എനിക്കെന്നാ ആവായിരുന്നു. ആ എന്നെങ്കിലും ओ ഞാൻ ഒരുത്തിനെ കാണും. അന്ന് ആരൊക്കെ എതിർത്താലും അവളെ പേര് ചൊല്ലി വിളിച്ച് ഞാൻ ഇറക്കിക്കൊണ്ടുവരും. അതെന്തിനാ പേര് ചൊല്ലി വിളിക്കുന്നത്? പിന്നല്ലാതെ അവളുടെ വീടിന്റെ പടി ചെന്നിട്ട് ജപ ജപ എന്ന് പറഞ്ഞാൽ അവളിങ്ങ് ഇറങ്ങി വരും. വട്ടാണത്. ഇനിയേ ആണ്ട ഈ സാധനത്തിനോട് കളഞ്ഞാലേ എനിക്ക് സമാധാനം വരത്തുള്ളൂ. ये बोरा पिंक. ഐശ്വര്യ ഷാജിയേട്ടാ കളയല്ലേ? അതെ. ഓടാ പന്നികളെ. ഇത്തിരി ഇല്ലാത്ത ഈ പീക്ക് ആടിനെ അറക്കാൻ മേടിക്കുന്നതിന്റെ ലക്ഷണക്കേടാ. ഈ ഓയ് ആയിരം യാർ. തന്നെ ഇത്തിരി കൂടുതലാ. ये तो ആയിക്കോട്ടെ. बिल्कुल ही ऐसे ट्विस्ट आ गया. ഇങ്ങോട്ട് നടക്കാടെ വാ. പാവം. എന്നാലും നിങ്ങൾ ഈ ദുഷ്ടത്തിനെ കാണിക്കുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഷാജിയേട്ടാ, നമ്മുടെ ഐശ്വര്യത്തിന് നിങ്ങൾ ഒരു 1000 രൂപയ്ക്ക് വിട്ടു. 1000 रुपीस के लिए भेज दिया. കരയണ്ട പോട്ടെ, കരയണ്ട. അതൊക്കെ അങ്ങോട്ട്. शाजी को भी बुरा तो लग रहा है. बेचारे को पिंकी को कैसे किया. What? ये भी पिंकी है. കാണടാ, പറഞ്ഞ പോലെ ഷാജിയേട്ടൻ പേര് ചൊല്ലി വിളിച്ചപ്പോ പെണ്ണിറങ്ങി വരുന്നു. ആരാ അപ്പച്ച എന്നെ വിളിച്ചേ? കണ്ടാ, ഐശ്വര്യമാരും എന്നെ കണ്ടാ. ശരിയാണ്. തെച്ചിപ്പൂവേ Pinky is a good
മഞ്ഞു കാലി നിന്റെ यार पिंकी तो लास्ट में गुड फॉर्च्यून निकली उन लोगों का। Exactly. मतलब उन्हें ये लग रहा था कि पहले वो किडनैप होगी, वो मारी जाएगी, बट लास्ट तक वो बची रही है ना, और उसकी वजह से उसको लड़की मिल गई शज्जी को। वही, और मतलब सबसे स्ट्रेंज ये था जो मेडिसिन को चाहिए थी वो मेडिसिन पिंकी ने खा ली, और जो वो थी जो उनपे असॉल्ट का केस लगा रही थी उसको उस औरत को उसके खुद के कुत्ते ने खा लिया। तो यार बहुत ज्यादा फनी था। और यहाँ पे मेरे को सबसे फनी लगा शज्जी का वो डायलॉग, बोलते ये इसका निशाने की क्या बात कर रहा है, इसने तो अपने बाप को तक मार दिया ऐसे करके। तो यार वो बहुत ज्यादा फनी था। और शायद इसका पार्ट 2 में भी शायद पिंकी से रिलेटेड है। प्लीज हम लोगों को कमेंट करके जरूर बताइएगा, और अगर आप इसका पार्ट 2 पार्ट 3 देखना चाहते हो वो भी जरूर बताइएगा, हम लोग जरूर देखना चाहेंगे। और प्लीज यार जब भी कुछ मूवी हम लोग आप सजेस्ट करना चाहते हो ना तो उसको लाइक कर लिया करो, मतलब बहुत सारे लोग, तो हम लोगों को आइडिया मिल जाता है कि हाँ दैट यू गाइस वांट us to react on that particular movie। क्योंकि इससे पहले आपने चार्ली पे किया तो हम लोगों ने चार्ली पे रिएक्ट किया, फिर कुंबलिनी नाइट्स पे किया तो हम लोगों ने उस पे रिएक्ट किया, और फिर उसके बाद आप लोगों ने एक बैंगलोर डेज भी किया, तो उसके बाद हम लोग बैंगलोर डेज भी देखने वाले हैं। तो प्लीज इस पे भी करिएगा जरूर। यही था हमारा रिएक्शन, आप लोगों को कैसा लगा कमेंट करके जरूर बताइएगा। अगर अच्छा लगे तो हमारी वीडियो को लाइक करिए, शेयर करिए, कमेंट करिए, और अगर चैनल पे नहीं तो सब्सक्राइब करिए। बाकी हम लोगों ने अपने इंस्टाग्राम हैंडल का लिंक डिस्क्रिप्शन में दिया है, अगर फॉलो करना चाहते हो तो कर सकते हो। तो मिलते हैं एक और न्यू वीडियो के साथ, तब तक के लिए बाय।